ഗൈസ്, ഡേ 2 അറ്റ് ഗോകർണ. ഒടുക്കത്തെ മഴയാണ്. രതീഷ് യെസ്, ഫഹീം അവിടെ ചായ ഉണ്ടാക്കുന്നു. ഗായത്രി ഈസ് ഡെഡ്. ഫഹീം, എങ്ങനെയുണ്ട് ചായ? എന്താണ് കളർ ആയിട്ടില്ലോ? ഇല്ല, കുറച്ചുകൂടി ചായ ഇവിടെ എടുത്തു. ഒരു 3 സ്പൂണൊക്കെ ആക്കിയിട്ടപ്പോ രാവിലെ അഭിമുഖം ഭയങ്കര റെസ്പോൺസിബിൾ മാനായിട്ട് റെയിൻകോട്ട്, ചായ, പാല് ഒക്കെ മേടിച്ചോണം. യെസ്, ഞാൻ തന്നെ. ആവാൻ നോക്കിയിട്ടില്ല, ആണാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഗുഡ് മോർണിംഗ്. ചായ ഉണ്ടാക്കാൻ നോക്കിയിട്ട് സമയം എത്രയെന്ന് അറിയോ? ഇറ്റ്സ് 10:11. അപ്പം രാവിലെ മുതൽ ഭയങ്കര മഴയാണ്. നമ്മൾ എണീറ്റപ്പം ഒരു 9:30 മണിയായിന്. ഞാനിങ്ങനെ ഉണർന്ന് ഇങ്ങനെ എണീറ്റ് കിടന്ന് അങ്ങനെ. അപ്പം ഞാൻ എണീറ്റപ്പോഴൊക്കെ നല്ല മഴയാണ്. 6 മണി, 10 മണിയായപ്പോൾ ഇപ്പം കുറച്ച് ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടൊക്കെ ബീച്ചിൽ പോകണമായിരുന്നു പ്ലാൻ. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. അല്ല, എങ്ങനെ നമ്മൾ ഇറങ്ങും, പക്ഷെ നമ്മൾ ഇങ്ങനെ ഇറങ്ങേണ്ടി വരും. എന്തായാലും മഴ ഉള്ള ആളല്ലേ. അപ്പം ചായ ഉണ്ടാക്കിയിട്ട് ചായ ചെറുതായിട്ടൊന്ന് പാളിയെന്നാണ് തോന്നുന്നത്. കളറും ടേസ്റ്റൊന്നും ഇരുന്നില്ല. പാല് മാറിയേണ്ടി ആയിരിക്കും. ബയർത്ത് നിന്നിട്ടെന്തോ ചെയ്യാന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. എന്താ ഫാനൊക്കെ ഓണാക്ക്. ഞാനോ കരജാറ് കൊടുക്കണേ? കരജാറിൻ്റെ അല്ല, അവിടെ എന്തോ ഇത് ഉണക്കാനിട്ടുണ്ട് ഷോർട്സ്. വായോ, കം ടു കിച്ചൺ. ബരത്തെ ഇത് ചൂടാറും. അതിന് മുമ്പ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും. അല്ല, ഇത് ചൂടാവും. ഇതാണ് ചായ കളർ നോട്ട് ഇനഫ് എന്നാ പറഞ്ഞത്. ഇങ്ങനത്തെ സ്ഥലത്ത് ബീച്ചുണ്ടാവും. ഈ സ്ഥലത്തേക്ക് പോകാൻ നോക്കിയിട്ടാണ് നല്ല തിരിച്ചു പോയിട്ടുണ്ടാവും. സിൽവർ ഇൻ സെർച്ച് ഓഫ് ഗോൾഡ്. Diamond in search of gold. Yana Caves, Gokarna. If you guys are visiting, make sure that this place is open before you go there. കാരണം it's a long drive, pretty long drive. പിന്നെ എന്തായാലും ഫോണെല്ലാം കണ്ട് ഇവര് കാര്യം തരികയാണെങ്കിലോ. അല്ല, ഇത് കണ്ടിട്ട് ആരും ട്രിപ്പൊന്നും പോകുന്നതെന്ന് അറിയാം എന്ന് പറയാം. അപ്പം ചായ സക്സസ്ഫുൾ ആണെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ കൊളായി നടത്തും. ഓക്കെ, ബൈ. ഓക്കെ, ബൈ ഇല്ല. ഓക്കെ, വിൽ കീപ് യു പോസ്റ്റഡ്. ചായ ഇസ് റെഡി. ഭരത്തേട്ടൻ ടു റെസ്ക്യൂ. ഞാനെന്താ മ്യൂസിക് ഇടുന്നത്? മ്യൂസിക് പിന്നിട്ടില്ലേ? കുടിക്കും. അഭിമാന്റെ കപ്പാടുണ്ട് കേട്ടോ. ഇവിടെ പറയുന്ന സൗണ്ട് അവിടെ ഇവിടെ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് അഭിമോനെ വേഗം വായോ. അല്ലെങ്കിൽ ഇതാ ഇതിലെടുത്തോ, കഴിയാ പോരെ. അങ്ങനെ കഴിയപ്പോ ചെങ്ങായിമാരെ കൊണ്ട്
ഷോർട്സ് ആ ബാഗ് ഒന്ന് ആ 2 ഷോർട്സ് ടവൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നുമില്ലല്ലോ? ഒരു ടർക്കി നിന്റെ ടോപ്പ് എടുത്താ You color and fracture the light. You can't help but shine. And I know that you carry the world on your back. But look at you tonight. The lights, your face, your eyes exploding like fireworks in the sky. Set fire. Touching on your body while you're pushing on me. Don't you in the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Touching on your body while you're pushing on me. Don't you in the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Look what we found. Karma reached out into our hearts and pulled us to our feet now. You know the truth is, we could disappear anywhere as long as I got you there. When the sun dies, till the day shines. When I'm with you, there's not enough time. You are my spring flower, watching you bloom wild. We are surrounded, but I can only see the lights. Your face, your eyes, exploding like fireworks in the sky. Set fire. Touching on your body while you're pushing on me. Don't you in the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Touching on your body while you're pushing on me. Don't you in the party? I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. You're glowing. You're glowing. You color and fracture the light. Look at you tonight. Set fire. हनेरे घट दे उंगड़ा छिपा के तू धनक फिर दी की वे रब ने दो नाड़ा उते नीलम जड़े Chumma, 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 kiss it, daddy, body. Touching on your body while you're pushing on me. Don't you in the party? I can do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Touching on your body while you're pushing on me. Don't you in the party? I can do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Touching on your body while you're pushing on me. Don't you in the party? I can do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body. Your face, your eyes, exploding like fireworks in the sky. Set fire. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ട്രക്കിംഗ് ചെയ്യാൻ പോവാ. ഇനിപ്പോ എന്നാ പിടി ഇല്ല പോ. നമുക്ക് ടൂർ ഗൈഡ് ഭരത്തിനോട് ചോദിക്കാം എന്താ ചെയ്യേണ്ടത്. നല്ല ടൂർ ഗൈഡാ. കണ്ടിട്ട് തോന്നുന്നത് എന്താ വെച്ചാ ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കേറി പോണം. ഒന്ന് ചോദിച്ചു നോക്കും അങ്ങോട്ടാ പോലെ. വെള്ളം കയറി കിടക്കുമായിരിക്കും. പിന്നെയും മൂഞ്ചി ഗൈസ്. എന്ത് നല്ല മുഖങ്ങൾ, നല്ല ഭംഗിയുള്ള മുഖങ്ങൾ. 3G പോകേണ്ടത്. പക്ഷേ ബീച്ച് ക്ലോസ് ആണ് വരും. ഓമിച്ചെങ്ങനെ പോകാൻ? ഓമിച്ചെങ്കിൽ വന്ന വഴി അഭിമുഖാരിയല്ലേ? ഇറ്റ്സ് ഓക്കെ. തുസി സോട്ട് ഡിസ്ലൈക്ക് ഹാപ്പി അല്ലേ? അതിനോ നമുക്ക് പോയി വരാം. നടക്കൂ നടക്കൂ ടൂർ ഗൈഡ്സ്. ഒരാൾ ഡിപ്രഷനിലെത്തി തോന്നുന്നു. ഭരത്തെ
ഇപ്പൊ ബിണ്ടാട്ടൊന്നുമില്ല. யாரோ பெருந்திரளினிலே நான் என்பதை வீசி எழுந்தேனே மனமே தான் என்பது போகும் பெருங்கணத்தினிலே கூவி வாவென்றொரு வாழ்க்கை சிறு குரலாய் அருளாய் பேச வாழம் தேடி നമുക്ക് ബോംബെച്ചിന് പോണ്ടേ? ബോംബെ ബോംബെ வித்தேரி சத்தேரி சித்தேரி விதப்பேனா என்பது மெய்ஞான போதம் இப்போதில் 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 எல்லாம் போல் என்பது பகட்டு வாழவே இப்போதில் 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 எல்லாம் நாள் என்பது பொய்யான காலம் இப்போதில் 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 எல்லாம் பேய் என்கிறதே தெளிந்த ஞானமே கேட்க கேட்க ஓசை மீறி கேட்கிறனே ஆரறிவென்றே அலட்டாமல் எளிதாய் நானும் ஓருயிர் என்றே இருப்பேனே குழம்பாமல் யாருடைத்தாலும் சிரிக்கின்ற பொம்மை போலே நான் என் இயல்பில் இருப்பேன் ஓடும் நதியின் மேலே உட்காரும் கட்டான் போலே லேசாக அமர்ந்து மறப்பேனே ഒരു സമയം ഗൈഡ് അസ് ഹിയർ. നമ്മൾ ചോദിച്ചൊന്നുമില്ല, പുള്ളി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുന്ന കോമഡിയാണ്. നമ്മൾ ഏതെങ്കിലും വഴിയിൽ പോകും, പുള്ളി നമ്മൾ ബാക്കിൽ ഉണ്ടാവില്ല. പക്ഷേ പുള്ളി ഏതെങ്കിലും സൈഡിലെത്തിയിട്ട് ജംഗ്ഷൻ പോലത്തെ പോയിന്റ്സ് ഉണ്ടാവില്ലേ, അവിടെ പുള്ളി ഉണ്ടാവും. പുള്ളി ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയും. ഇപ്പം കറൻ്റ്ലി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അധികം പ്രശ്നമുള്ളതാണെന്നല്ല തോന്നണം. അപ്പോൾ നമ്മൾ കൂടെ കൂട്ടിയത് കാരണം ഇത് ഭയങ്കര കൺഫ്യൂസിങ് വഴിയാണ്. സത്യം പറഞ്ഞ ഒരു കാർഡിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാം. നമ്മൾ 5 പേരിലുകൊണ്ട് മാത്രം പോകും, ഒറ്റയ്ക്ക് പോകാൻ എന്തായാലും പേടിയാവും. ബാക്കിൽ കാണുന്നുണ്ടോ അറിയില്ല. പിന്നെ പുള്ളി അങ്ങനെ ഫേസ് കാണിക്കണം വെച്ചിട്ട് ബാക്കിലുള്ള ആൾ വാട്ട് ഹാപ്പൻസ്. ആക്ച്വലി ബീച്ച് ക്ലോസ്ഡ് ആണെന്ന് പറയണേ. ബീച്ചിലൂടെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഭരതേട്ടൻ ഒന്നൊരു ഉറപ്പ് പറയുന്നുണ്ടായില്ല, അവിടെ ബീച്ച് ഉണ്ടാവും, ബീച്ച് ചിലപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ എത്തിച്ചിട്ട് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. എനിവേ നമ്മൾ ഗോവ പോയപ്പോഴാണ് ലാസ്റ്റ് ഇങ്ങനെ മറ്റേ ബട്ടർഫ്ലൈ ബീച്ചിലോട്ട് കുറച്ചധികം നടന്നായിരുന്നു. പക്ഷെ അത് ഇത്ര കുറച്ചും കൂടി ഓപ്പൺ സ്പേസ് പോലെ, പിന്നെ കുറച്ചധികം ആൾക്കാരുണ്ട്. ഇതിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താ പെട്ടതാ. നോക്കാം എവിടെ എത്തുന്നു. പാരഡൈസ് ബീച്ച് എന്ന ബീച്ചിൻ്റെ പേര്. അപ്പോൾ ഒബ്വിയസ്ലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൂടെ വന്ന ആള് പുള്ളിക്ക് കൺഫ്യൂഷൻ ആയി തോന്നിട്ട് ഒരു ജംഗ്ഷനിലെത്തി പോയി. ആദ്യം റൈറ്റ് കാണിച്ച് പിന്നെ ലെഫ്റ്റ് കാണിച്ച് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്.
நான் எனக்குள்ளே அசைந்தேனே ஊஞ்சல் போலே யார் என்னை அசைத்தே ரசித்தாரோ சலிக்காமல் பேரலை மேலே விளையாடும் காகம் போலே யார் என்னை துணிவாய் படைத்தார் சீரும் புலியை பார்த்தே சிரிக்கின்ற சிசுவை போலே கோபங்கள் மறந்து சிரிப்பேனே பதறாமல் பூவிழும் குளத்தின் மேலே உருவாகும் வளையல் போலே நான் வாழ்ந்த அதிர்வை கொடுப்பேனே கதறாமல் வாகாய் வாகாய் வாழ்கிறேன் வாகாய் வாகாய் ஆகிறேன் தோதாய் தோதாய் போகிறேன் தூதாய் தூதாய் ஆகிறேன் போதாய் போதாய் பூக்கிறேன் காதாய் காதாய் கேட்கிறேன் தாலாட்டும் காலம் தலையாட்டும் ஞானம் தாய் போல் பாடுகிறேன் ஆரோ ஆரீராரிரோ നമ്മുടെ ബൈക്ക് വെച്ച് വേറെ സ്ഥലത്തല്ലേ? യെസ്, ഫൈനലി ഹിയർ. സക്സസ്ഫുള്ളി നമ്മൾ ബീച്ചിലെത്തി. ഭാഗ്യത്തിന് കിട്ടിയതാണോ? बाद में टूरिस्ट आके कोई नहीं है दो टाइम को स्टार्ट आती ഇൻസൈറ്റ്സ്, ടൈം ഫോർ സം ഇൻസൈറ്റ്സ്. പുള്ളി പറയണത് ഇത് പാരഡൈസ് ബീച്ച് അല്ല, ഇതിന് വേറെന്തോ പേരേക്ക് മനസ്സിലായില്ല. ആൾക്കാർ വന്ന് ഇവിടെ പാരഡൈസ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ പാരഡൈസ് ബീച്ച് ആയതാണ്. ഇതിൻ്റെ അപ്പുറം ദർ ഇസ് ഹാഫ് മൂൺ ബീച്ച്, കുട്ട്ലെ ബീച്ച്, ഓം ബീച്ച്, പിന്നെ ഗോകർണ മെയിൻ ബീച്ച്. അപ്പോൾ ഇതിങ്ങനെ ട്രക്ക് ചെയ്ത് പോവാം. ഓം ബീച്ചിക്ക് ആക്ച്വലി നമുക്ക് ഡയറക്റ്റ് റോഡ് ആക്സസ് ഉണ്ട്. അങ്ങനെ
नाम क्या है आपका? महादेव। इंडिया में नहीं, हाँ वर्ल्ड में मेरा बच जाता है, किधर? वर्ल्ड में बच जाता है। मैं इधर अकेला कोई चीज़ को मैं पता नहीं, अकेला इधर रहता था। उनका कोई जो कॉर्नर जाके वो इंग्लिश मेरे को वही सिखा दिया। हाँ, स्कूल का इंग्लिश नहीं है मेरा। अच्छा अच्छा, बड़ी बात। अच्छा, तुम आगे है क्या? ये मेरा दोस्त वो हर साल आने वाला, अभी मैं 20 वर्ष से पहले से आता था। वो मेरे को आना सकता है, क्या बोल ഇവിടുന്ന് പെട്ടെന്ന് തിരിച്ചിറങ്ങുന്നതല്ലേ, നമുക്ക് തിരിച്ചുള്ള ട്രെയിലർ അറിയാലോ. ഇറ്റ്സ് ഭയങ്കര ഡാർക്കാ. ഇപ്പം ലൈറ്റ് പോയാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ വഴി തന്നെ സാധ്യത. സോ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ബൈക്ക് എടുത്തിട്ട് ഓം ബീച്ച്. ക്യാമറയിൽ അതിൻ്റെ ഒരു തീവ്രതയും ഭീകരതയും മനസ്സിലാവില്ല. അതൊക്കെ നമുക്ക് എഡിറ്റിൽ കയറ്റാം. റിയലി അല്ലല്ല, അത് തോന്നുന്നില്ല. അടിപൊളിയാണോ? അങ്ങനെ അതിൽ നിന്ന് ആക്ച്വലി 2 times മോർ ഇതാണ്. അത്ര കുറച്ച് റിസ്കിയാ. നമുക്ക് ഒറ്റയ്ക്ക് വന്ന പേടിയാവും. ഗോഡിനെ കാണിച്ചായിരുന്നു, സ്പോൺ ചെയ്യുന്ന ഗോഡിനെ കാണിച്ചായിരുന്നു. ആ, മറ്റേ ആളെ വിളിച്ചാൽ പറഞ്ഞേ. ആ, ഞാൻ ഇവിടെ പറയാം, നമ്മൾ കാട്ടിലെ ദൈവം തോന്നുന്നു. നമുക്കൊരു ഇത് കിട്ടി, മിഷൻ കിട്ടി. ലിറ്ററലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഇയാൾ ഈ സ്കീലിട്ടുണ്ടെങ്കിൽ ഈ ഇതില്ലേ ഈ സാധനം മറ്റേ തായ്ലൻഡ് ഫോട്ടോസിലൊക്കെ ആക്ച്വലി ഇതുണ്ടോ ഈ കോസ്റ്റാറിക്ക ജുറാസിക് പാർക്കോ അങ്ങനെ സെറ്റാ. പക്ഷെ ക്യാമറ അതിൻ്റെ ഇത് കിട്ടുന്നില്ല. ഇല്ല വിഷൻ വിഷമുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ ചിലപ്പോൾ തിരിച്ചു പോകണമെന്ന് ഞാൻ ഷൂട്ട് ചെയ്തോണ്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തി കഴിഞ്ഞിട്ടില്ലായിരിക്കും ഇനി കാണാൻ പോണേ. ഇനി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തിരിച്ച് നല്ല പരിപാടീസ് നോക്കട്ടെ. ഇതുണ്ടോ അവിടുന്ന് വെള്ളം വന്നിട്ട് ജോയിനിങ് ഹിയർ. ആക്ച്വലി ഗോവയിൽ ബട്ടർഫ്ലൈ ബീച്ച് ഇതേപോലെയാണ്, ഐ മീൻ ഈ പോർഷൻ. പക്ഷെ അന്ന് കുറച്ചുകൂടി ബ്ലൂ കളറായിരുന്നു വെള്ളം. അതർ ദാൻ ദാറ്റ് ഓൾ ദി സെയിം. ഇങ്ങനെ ഇങ്ങനെ ഈ റാ ഷേപ്പിൽ ബീച്ച് ഉണ്ടാകുമ്പോഴാണ് ആ ബീച്ചിൻ്റെ ഭംഗി തന്നെ. അങ്ങനെ അങ്ങനെ വെറുതെ കുറേ വർത്തമാനം വരുന്നുണ്ടല്ലേ. ബൈ ഗൈസ്, ബൈ ബൈ, വിൽ കീപ് യു പോസ്റ്റഡ്. നമുക്ക് എടുക്കാം. ഞാൻ താഴ്ത്ത് വീണ് കാലിൽ. സോ അവൻ എൻ്റെ ചെരുപ്പെടുത്ത് ആദ്യം നടക്കാൻ നോക്കി, നടക്കാൻ പറ്റിയില്ല. പിന്നെ കാലിൽ ചെരുപ്പില്ലാണ്ട് നടക്കുന്നത് കണ്ടോ. ഉഫ്, ദിസ് ഈസ് പ്യുർ ഹസ്ബൻഡ് മെറ്റീരിയൽ. ദിസ് ഈസ് വാട്ട് ഓൾ ഗേൾസ് വാണ്ട്. ഓ മൈ ഗോഡ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഇതും കേട്ടോ. ആ ഇതിട്ട് പാവം അവൾക്ക് പിന്നെ അവളുടെ കാലം പൊട്ടിയിരിക്കാന്നിട്ട് അത് അവൾക്ക് കൊടുത്തു. ശവം. ദിസ് ഈസ് എ ശവം. ഇത് നടക്കണം. നമ്മളെ വനദേവനെ അപ്പുറത്ത് നിൽക്കണം. ദാറ്റ് ഈസ് അവർ ദൈവം. ദൈവംടാ, ദൈവം. ദൈവം. നിങ്ങൾ ആ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ആ പോകുന്നത്. സക്സസ്ഫുള്ളി ബാക്ക് അല്ലേ. ലെറ്റ്സ് ഗോ. ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ പറയേ? എങ്ങോട്ടാ? കുഡ്ല ബീച്ച്. റോം ബീച്ച്. റോം ബീച്ച്, കുഡ്ല ബീച്ച്. എനിക്ക് ഉള്ളതിൽ ഏറ്റവും വലിയ ബീച്ച് കുഡ്ല ബീച്ചാണ്. അടുത്തടുത്താ. ഓക്കെ, അത് കുഡ്ല ബീച്ചും കടകളും. ആഷി, how are you? ബീച്ച് ഇറങ്ങുന്ന ഉദ്ദേശമല്ല. ആഷി, how are you? Ashi's okay. ആഷിയുടെ ചെരുപ്പ് പൊട്ടി. How was today? Ashi still today. ആഷിയാണ് ഈ ട്രിപ്പിൽ ഏറ്റവും ബീച്ചിൽ പോയി ചാടിയ ഒറ്റ. ഇന്നലത്തെ ഫസ്റ്റ് 100 kilometers ബൈക്ക് ഓടിക്കുക. ഇന്ന് ഹീൽസ് ഇട്ട് ട്രക്ക് ചെയ്യുക, പൊട്ടിക്കുക. ഇപ്പൊ ബെയർ ഫുഡാണ്. കണ്ടോ, ആ മൊത്തത്തിൽ ചേർച്ചയില്ല, എന്നാലും വരുന്നുണ്ട്. Okay, cut. ഇതൊന്നും എടുത്തില്ല. അതൊക്കെ എടുത്ത്
ഇതാണ് ഓം ബീച്ച്. അഭിമാനത പ്ലാൻസ് ഉണ്ട്. നമ്മളെ ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വി ആർ ഹിയർ നമസ്തേ ഗോകർണ കഫേ ഇൻ ഫോർ ഡിന്നർ. ചിക്കൻ കറി കൂടെ ഉണ്ടല്ലോ. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കറീസ് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇതാണോ അത്? ഇതാണ് നമ്മുടെ ടേബിൾ. എല്ലാം ഇൻ ദ റീസെൻറ്റ് ടൈംസ് ഞാൻ എവിടുന്നേലും എല്ലായിടത്തും കൂടി ഫുഡ് കഴിച്ചാൽ ഇത്രയും ഫുഡ് ബാക്കി വന്നത് ആദ്യമായിട്ടാണ്. ഒരു ചോറ്, പ്ലെയിൻ റൈസ്, അതിൽ കുറച്ച് അത് തീർന്ന് ഒരു പിസയുടെ കഷ്ണം ബാക്കിയുണ്ടായി, പിന്നെ ഒരു കറി ഒക്കെ ബാക്കിയാണ്. അതിൻ്റെ റീസൺ ഭരത്ത് പറയും. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷേ ടേസ്റ്റ് ഇല്ല. ഉള്ള ഏറ്റവും നല്ല ടേസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഒന്ന് ഫ്രഞ്ച് ഫ്രൈസാണ്, പിന്നെ ബ്രെഡ് അത് ബാക്കിയാണ്, പിന്നെ പാസ്ത കുറച്ചുള്ള, പിന്നെ ഫഹീമിന് അഭിമാനം പിസ്സ ഇഷ്ടപ്പെട്ടു, മീനിട്ട പിസ്സ, സീ ഫുഡ് പിസ്സ. ബാക്കിയൊക്കെ വെരി ബാഡ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കൊള്ളാത്തതുകൊണ്ട് കുറച്ച് ടൈം എടുക്കാമെന്ന് വെച്ചു. അല്ല ഓക്കെ, അതിൽ നേരത്തെ അടിപൊളി. ഫഹീം പറഞ്ഞത് ഏറ്റവും ലോവസ്റ്റ് ബില്ലായിരിക്കുന്നൊക്കെ പറഞ്ഞത് 1700, ബട്ട് ഇറ്റ് ടേൺസ് ഔട്ട് 2400, റൈറ്റ്? 2400. സോ ക്ലോസ്. Loss is going up. കുഴപ്പമില്ല, ഫുഡിന് താലക്കുടിയിലുള്ളൂ. ഫുഡിൻ്റെ ഹാപ്പിനെസ് ഉണ്ട്. അഭിമോൻ ഫുഡ് എങ്ങനെയുണ്ടായി? ഇതല്ലേ നല്ല രസമുണ്ടല്ലോ ഇതിൽ കാണാൻ വീഡിയോ. നല്ല രസമുണ്ടായി. എന്താണ് ഫുഡിനെ കൂടുതൽ പറയാറുണ്ടോ? കുറച്ചും കൂടെ അടുത്തോട്ട് കുറച്ചും കൂടി അടുത്തോട്ട് വരണം. വേണ്ട, ടി വിയിലൊക്കെ കാണുമ്പോൾ കോമഡി ആയിരിക്കും. ഇതിന് മൂക്കൊക്കെ ആയിരിക്കും ഉണ്ടാവും. എന്താ ഒന്നും പറയാനില്ല. ഓം ബീച്ച്. നമസ്തേ ഗോകർണ കഫേ. താങ്ക് യു. വെരി 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 ബാഡ് പ്ലേസ്. നമ്മൾ ഗൂഗിൾ റിവ്യൂ എടുക്കാൻ പോവാം. യൂട്യൂബിൽ കമൻറ്റ് മിക്കവാറും. ഫോളോവേഴ്സ് എല്ലാവരും ഇവിടേക്ക് വരും. ഫഹീമിനെ പേര് പറഞ്ഞാൽ മതി. എന്ത് എന്തെങ്കിലും കിട്ടും. വേറെ പ്രശ്നം തരാം, വേറെ ഒന്നുമില്ല ഇവിടെ. അതാ, വേറെ കടകളൊന്നുമില്ല. ഒറ്റ ഷാക്ക് മാത്രമല്ല ഈ ബീച്ചിൽ. അപ്പം എല്ലാവരും നാച്ചുറലി കൊണ്ട് ഓഫീസിൽ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. കട ചിക്കനൊന്നും പ്രശ്നമൊന്നുമല്ല. അതാ പ്രശ്നം. ഓർ ഗുഡ്സ്. ലെറ്റ്സ് ഗോ ഹോം. ചിലപ്പം ഇതായിരിക്കും എൻഡിങ്, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് എൻഡിങ്. അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. കീപ് പോസ്റ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ഉൾപ്പെടി ബാക്കി വീട്ടിൽ നിന്ന് തുടങ്ങാം. ഇനി ബീച്ചിലല്ല, റെസ്റ്റോറൻറ്റില്ല അല്ലേ? റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കുറച്ച് നേരം ബീച്ചിൽ പോയി നിന്ന് ഇത് വേണ്ട, കുറച്ച് നേരം നനഞ്ഞു. എന്താ കഴിയുന്നത്? അതാ ബീച്ചിലിറങ്ങി മഴ ചെയ്തു. തിരിച്ചിങ്ങോട്ട് വരുന്നു, ഭയങ്കര മഴ, മഴ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തി. എപ്പോഴാണ് 10:30 ആയി.
കുളിച്ച് ഫ്രഷ് ആയിപ്പോൾ 12 പ്രൊജക്ടറൊക്കെ ഇട്ട് ഞാൻ ഡയറി ചെയ്യുന്ന മാതിരി കുളിച്ചു കുളിച്ചോ കുളിച്ചു ഇനി എന്താ ഇനി കാര്യമായിട്ട് പണിയൊന്നുമില്ല വെറുതെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ബാക്കപ്പ് ചെയ്യാം കിടന്നുറങ്ങാം കുറച്ച് നേരത്തെ ഗർജനായ പിന്നെ മൺഡേ ഞാൻ ലീവാണ് നേരത്തെ ലീവല്ല That's it for the day. Thank you for watching, guys. See you there. See you tomorrow. Bye. ടാറ്റ